അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സീരീസ് തുടരുകയാണ് സുഹൃത്തുക്കളെ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നെയ്യാറ് പൂവാറ് ഒക്കെ പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഉദയസമുദ്രം വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. ഉദയസമുദ്രയുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി ഇനി അമ്പല ദർശനത്തിന് വേണ്ടി പോവാണ്. ആഴിമല ശിവക്ഷേത്രവും പിന്നെ ആറ്റുകാലമ്മയും തൊഴുതിട്ട് വരാം. നമ്മൾ ഇറങ്ങിയത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു. ആദ്യം നമുക്ക് ആഴിമല പോയിട്ട് ഒരു ദീപാരാധന സമയമൊക്കെ ആകുമ്പോഴത്തേന് ആറ്റുകാൽ എത്താം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ ആഴിമലയിലും ആറ്റുകാലിലും ആദ്യമായിട്ടാണ് വരുന്നത്. ആഴിമല ഈ അടുത്ത കാലമായിട്ട് പ്രശസ്തമായതാണെങ്കിലും ആറ്റുകാൽ പണ്ട് തൊട്ടേ വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമായിരുന്നെങ്കിലും ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ വന്നിട്ടില്ല. വരണമെന്നും പൊങ്കാല ഇടണമെന്നൊക്കെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. എന്തായാലും ഇത്തവണ വന്നു തൊഴാലോ എന്നെങ്കിലും വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആഴിമലയ്ക്ക് പോകണം കേട്ടോ. കടൽ തീരത്തോട് അടുപ്പിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ഒരുപാട് ഫോട്ടോസും കുറേ ആളുകളുടെ റീൽസൊക്കെ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് വരണമെന്ന്. അതിനുവേണ്ടി എനിക്ക് തന്നിട്ടുള്ള സമയം ഇന്നായിരുന്നു എന്ന് തോന്നുന്നു. ചെല്ലുമ്പോൾ ആദ്യം ശിവക്ഷേത്രമാണ്. ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് വിട്ടിട്ടാണ് ഈ ഒരു ശിവന്റെ സ്റ്റാച്ചു ഉള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ വിലക്കുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അങ്ങനെ തൊഴുതിറങ്ങി വല്ലാത്തൊരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം കടലും കടലിനോട് അടുപ്പിച്ച വലിയ ഭഗവാന്റെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഇനി നമുക്ക് നേരെ ആറ്റുകാൽ പോയിട്ട് വരാം. നെച്ചു ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ്. ദുബായിൽ അത് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ആറ്റുകാലെത്തി. ആറ്റുകാലകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് അകത്തോട്ടൊന്നും എടുത്തില്ല. പിറ്റേ ദിവസം ആദിവെള്ളിയാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു വന്നിരുന്നത്. കാരണം തിരക്കാണെങ്കിലും കുട്ടികളെ കൊണ്ടൊക്കെ പാടായിരിക്കുമല്ലോ. അതെന്തായാലും നന്നായെന്ന് തോന്നുന്നു. നന്നായിട്ട് തൊഴാൻ പറ്റി. പ്രസാദമൊക്കെ കിട്ടി. ഒരുപാട് നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും എന്തോ ഒരു വല്ലാത്ത സമാധാനവും ഒക്കെ ഫീൽ ചെയ്തു. ഞാൻ പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് നെച്ചമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയും ഉണർത്തി ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം കിടക്കാൻ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയടം രുചിയിലാണ് കേട്ടോ വന്നത്. പഴയടം രുചി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്താണ്. ശ്രീകാന്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പഴയടത്തുനിന്ന് കഴിക്കണമെന്നുള്ളത്. കഴിഞ്ഞ തവണ വെക്കേഷൻ വന്നപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഗുരുവായൂരാണ് പോയത്. കാരണം കൊച്ചിയിലായിരുന്നു ഇറങ്ങി. കൊച്ചിയിൽ നിന്ന് നേരെ ഗുരുവായൂർ സ്റ്റേ ചെയ്തു. അങ്ങനെ ഗുരുവായൂർ തൊഴുതു. വടക്കുന്നാഥയിൽ വന്നു. അങ്ങനെ ഒരു തൃശ്ശൂർ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 10-25 ദിവസത്തേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് ദിവസം കളയാതെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ്. അതാണ് ഈ തവണ അങ്ങനെ തന്നെ ചെയ്തത്. ഞാൻ ആദ്യമേ ഒരു രസവട ഓർഡർ ചെയ്ത് കേട്ടോ. ഈ രസവട എന്ന് ഞാൻ പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സാധനം ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതൊരു ട്രിവാൻഡ്രം സ്പെഷ്യൽ ആണല്ലോ. ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും കാര്യങ്ങളൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ കല്യാണത്തിന് പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ രസവട ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. രസത്തിനകത്ത് പരിപ്പുവട ഇട്ടാണല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന സാധനമാണെങ്കിൽ എല്ലാവരും നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. ചീനുവിനെ ഞാൻ കഴിപ്പിച്ചപ്പം അവൾക്ക് കാര്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, എനിക്ക് ഇഷ്ടപ്പെടും. യെസ്, ഞാൻ വിചാരിച്ച പോലെയല്ല, സംഭവം നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് രസം ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല ഇഷ്ടമായി. ആരെയും ഞാൻ വെറുതെ വിട്ടില്ല, എല്ലാവരെയും കൊണ്ട് കഴിപ്പിച്ചു. അമ്മയെ കൊണ്ടും കഴിപ്പിച്ചു. പക്ഷെ അമ്മയ്ക്ക് അത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് വന്നത് ചീനുവിൻ്റെ ഗീ റോസ്റ്റ് ആയിരുന്നു. നല്ല വലിയൊരു ഗീ റോസ്റ്റ്. അമ്മയൊക്കെ വലിയൊരു പേപ്പർ റോസ്റ്റ് വന്നു. എന്തുകൊണ്ടും അമ്മയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ 2 തവി മാവേ ഉള്ളൂ. വളരെ വലുതാക്കി എടുത്തേക്കുന്നതാണെന്ന് ഉള്ള മോട്ടിവേഷന്റെ പേരിൽ അമ്മ അത് കഴിക്കാൻ തുടങ്ങി. ആരെന്ത് ഓർഡർ ചെയ്താലും ഞാനും ശ്രീകാന്തും അതിനകത്തൊന്ന് ഒരു പങ്കെടുത്ത് കഴിക്കും. കാരണം ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ലോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു പനീർ 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ഞാൻ വാങ്ങിയത് ഒരു പൊടി മസാല ദോശയായിരുന്നു. അതും സൂപ്പറായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി 2 ദിവസത്തെ ഉറക്കമുണ്ട്. അതൊന്ന് ഉറങ്ങി തീർക്കണം. അപ്പോൾ ബൈ.